വ്രതം ചെയ്യുന്നതിൻ്റെ തലേരാത്രിയിൽ അവൾ വലിയൊരു പരീക്ഷണത്തിലൂടെ കടന്നു പോവുകയുണ്ടായി. തനിക്കൊരു കർമ്മമണ്ഡലത്തിൽ ഒരു സന്യാസിനിയായി ജീവിക്കുവാനുള്ള ദൈവവിളിയില്ല എന്ന ചിന്ത അവളെ ആകുലചിത്തയാക്കി. എന്നാൽ ഈ പരീക്ഷ എളിമയോടെ മഠാധിപതിയോട് പറഞ്ഞ നിമിഷത്തിൽ അത്തരമൊരു ചിന്ത അവളിൽ നിന്ന് മാഞ്ഞുപോയി. പിന്നീട് തൻ്റെ ദൈവവിളിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്ന അവളുടെ വ്രതവാഗ്ദാന ദിവസത്തെക്കുറിച്ച് അവൾ ആത്മകഥയിൽ വിവരിക്കുന്നുണ്ട്. വ്രതം ചെയ്യുന്നതിന് മുമ്പ് എന്തിനാണ് കർമ്മമഠത്തിൽ പ്രവേശിച്ചതെന്ന ചോദ്യത്തിന് മറുപടിയായി കൊച്ചറേസ്യ തന്നെ പറയുന്നുണ്ട്, ഞാൻ വന്നത് ആത്മാക്കളെ രക്ഷിക്കുവാനും വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമാണ്. കൊച്ചറേസ്യയ്ക്ക് താൻ എന്തിനു വേണ്ടിയാണ് കർമ്മമഠത്തിൽ ഏകാന്തവാസത്തിലേക്ക് വിളിക്കപ്പെട്ടതെന്ന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. യേശുവിൻ്റെ മണവാട്ടിയായിക്കൊണ്ട് തിരുസഭയിൽ തീക്ഷ്ണമതിയായ ഒരു പ്രേക്ഷിതയാകണമെന്ന് തൻ്റെ ദൈവവിളിയെ എന്ന് അവൾ തിരിച്ചറിഞ്ഞു. അതേപ്പറ്റി തൻ്റെ ബോധ്യം സഹോദരി മരിയായിക്കുള്ള പ്രബന്ധത്തിൽ അവൾ എഴുതുന്നു. യേശുവെ, അങ്ങയുടെ മണവാട്ടിയാവുക, കർമ്മമഠത്തിലെ സഭയുടെ അംഗമാവുക, അങ്ങയുടെ സമാഗമ കൂടാരത്തിൽ ആത്മാക്കളുടെ അമ്മയാവുക, ഇതെല്ലാം എനിക്ക് മതിയായിരുന്നു. എന്നാൽ അങ്ങനെയല്ല. കർമ്മല സഭാംഗം, മണവാട്ടി, അമ്മ എന്നീ 3 സ്ഥാനങ്ങളും എൻ്റെ ദൈവവിളി തന്നെയാണെന്ന് നിസ്സംശയമാണ്. അതേസമയം തന്നെ വേറൊരു ദൈവവിളിയും എൻ്റെ ഉള്ളിൽ ഞാൻ ശ്രദ്ധിക്കുന്നു. യോദ്ധാവിൻ്റെയും വൈദികൻ്റെയും പ്രേക്ഷിതൻ്റെയും വേദപാരംഗതൻ്റെയും വേദസാക്ഷിയുടെയും ദൈവവിളി എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ധീരതയോടെ സകല മഹാകൃത്യങ്ങളും യേശുവെ അങ്ങേക്ക് വേണ്ടി നിർവഹിക്കുവാനുള്ള പ്രചോദനവും എനിക്കുണ്ട്. ക്രൂശിയോദ്ധാവിൻ്റെയും പേപ്പൽ സൈനികൻ്റെയും ധീരത എൻ്റെ ആത്മാവിലുണ്ട്. തിരുസഭയുടെ സംരക്ഷണത്തിന് വേണ്ടി പോർക്കളത്തിൽ മരിക്കുവാനും ഞാൻ സന്നദ്ധയാണ്. കൊച്ചറേസ്യയുടെ ജീവിതകാലം മുഴുവൻ അവൾ വൈദികർക്ക് വേണ്ടി തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു. ഒരു യുവ വൈദികനായ അഡോൾഫ് റുലാൻഡിനു വേണ്ടിയും മൗറീസ് ബില്ലീറെ എന്ന സെമിനാരിക്കാരനു വേണ്ടിയും അവൾ പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. അവൾ തൻ്റെ സഹോദരിമാർക്ക് ഒരിക്കൽ എഴുതി, ഈശോയ്ക്ക് വേണ്ടി 1000 ആത്മാക്കളെ നേടുന്ന സുവിശേഷ പ്രഘോഷരെ രൂപപ്പെടുത്തുന്ന അമ്മമാരാവുക എന്നാണ് കർമ്മലീത്ത സഭാം എന്ന നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.